വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറായ ഒരു പ്ലാന്റാണ്. നമ്മുടെയൊക്കെ ഗാർഡനിൽ നമ്മളൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം. കാരണം ഇതിന് ധാരാളം കളർ വെറൈറ്റീസ് ഉണ്ട്. ഈ ഫ്ലവേഴ്സിന് എൻ്റെ ഗാർഡനിൽ ഇതിൻ്റെ ഒരു 6-7 കളർ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ വാങ്ങി കളക്ട് ചെയ്ത് എല്ലാം ഒരു കളക്ഷൻ ആക്കണം എന്നുള്ള ഒരു ഐഡിയ ആണ് എനിക്കുള്ളത്. ധാരാളം നിറങ്ങളിലുള്ള അഡീനിയം പൂക്കളുണ്ട്. അപ്പോൾ ഓരോ കളറും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ പെറ്റൽസിൻ്റെ ഒരു ഷേപ്പും ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് പല വേരിഗേഷനിലാണ് ഈ ഫ്ലവേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അഡീനിയത്തിൻ്റെ പല കളറുകൾ വാങ്ങി നമ്മൾ ഗാർഡനിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ കളർഫുള്ളായിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്രില്യൻ്റ് ആയിരിക്കും. ഇതൊരു ഡെസേർട്ട് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെസേർട്ടിലെ ട്രീ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തിരി ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ സീഡ്സ് ആണ് ഈ കാണുന്നത്. സീഡ്സ് വഴിയാണ് ധാരാളം പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുക. ഈ ചെടിയുടെ വേരിന് മുകൾ ഭാഗത്തായിട്ടൊരു വണ്ണമുള്ളൊരു ഭാഗമുണ്ട്. അതിനെ കാഡക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സീഡ് വഴി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന തൈകൾക്കൊക്കെ കാഡക്സ് നല്ല ഷേപ്പിൽ നല്ല ബൾജ് ചെയ്ത് വരാറുണ്ട്. എന്നാൽ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് നടുമ്പോൾ കാഡക്സ് അത്ര വണ്ണത്തിൽ വളരില്ല. അതുകൊണ്ട് സ്റ്റെം കട്ട് ചെയ്ത് നടുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് സീഡ്സ് വഴി പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ഞാൻ കൂടുതലും സീഡ്സ് വഴിയാണ് ഈ പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ധാരാളം സീഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് ധാരാളം സീഡ്സ് ഇതിൽ ഉണ്ടാവാറുണ്ട്. മെച്ചുവേർഡ് പ്ലാന്റ്സിലൊക്കെ സീഡ്സ് വരാറുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തേക്കണേ. ഇനി നമുക്ക് ചെടി നടാമോ? എങ്ങനെയാണ്? നമ്മളൊരു ചെറിയ പോട്ട് എടുത്താൽ മതി കേട്ടോ. അത്ര വലിയ പോട്ടൊന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല. ഇനി വലിയൊരു പ്ലാന്റ് ആണെങ്കിൽ മാത്രം ഒരു വലിയ പോട്ട് സെലക്ട് ചെയ്താൽ മതി. പിന്നെ നല്ലൊരു പോട്ടിംഗ് മിക്സ് റെഡിയാക്കുക. നല്ല ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടിംഗ് മിക്സ്. ഇനി നമ്മുടെ അഡീനിയം നടാനായിട്ട് നല്ലൊരു ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടിംഗ് മിക്സാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. അതിൻ്റെ പ്രൊപ്പോർഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. 30% മണൽ, 30% മണ്ണ്, 10% ചാണകപ്പൊടി, 10% വെർമി കമ്പോസ്റ്റ്, 10% കൊക്കോപീറ്റ്, 5% എല്ലുപൊടി, 5% വേപ്പിൻ പിണ്ണാക്ക്. ഇങ്ങനെ ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് നല്ലതുപോലെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പോട്ടെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് കല്ലുകൾ നിരത്തി കൊടുക്കുക. അതെപ്പോഴും ഞാൻ പറയുന്നതാണ്, ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ കുറേ തൈകളുണ്ട്. അപ്പോൾ അതെല്ലാം റീപോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ റീപോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചെടികളും ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് ഓരോ പോട്ടുകളിലായിട്ട് പുതിയ പോട്ടിംഗ് മിക്സ് നിറച്ച ശേഷം നമുക്ക് നടാം. അപ്പം നമ്മുടെ ഈ പ്ലാന്റിനൊക്കെ ഒരു 2 കൊല്ലത്തോളം പഴക്കമുള്ള പ്ലാന്റ് ഉണ്ട്. അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള പ്ലാന്റുകളൊക്കെ കൈവശമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറച്ച് നാൾ കൊണ്ട് ഒരു പഴയ പോട്ടിംഗ് മിക്സിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇളക്കി മാറ്റി പുതിയൊരു പോട്ടിംഗ് മിക്സൊക്കെ നിറച്ച് വയ്ക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ആ ചെടിക്ക് നല്ലൊരു ഉണർവും ഒക്കെ കിട്ടും. പുതിയ ഒരു പോട്ടിലൊക്കെ നിൽക്കുമ്പോൾ പൂവിടാനൊക്കെയുള്ള ഒരു ടെൻഡൻസിയും കൂടും. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രഷാക്കി കൊടുക്കുക ചെടികളെ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് ആ പ്ലാന്റിനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ വേരിന്, അതായത് ഈ കാഡക്സ് മുകളിൽ നിൽക്കുന്ന രീതിക്ക് വേണം നിങ്ങൾ പോട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ള ചെടികളാകുമ്പോൾ കുറച്ചുകൂടി മണ്ണിലേക്ക് ഇറക്കി വയ്ക്കാറുണ്ട്. പക്ഷേ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു പോട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ, അതിൻ്റെ താഴെയുള്ള വേരുകൾ മാത്രമേ മണ്ണിൻ്റെ അടിയിലേക്ക് വയ്ക്കാവൂ. ആ കാഡക്സ് ഒരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത്. എന്നാൽ ചെടി പെട്ടെന്ന് ചീത്തയായി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ആ കാഡക്സ് എപ്പോഴും ഉയർന്ന് തന്നെ വരണം. ആ രീതിക്ക് വേണം നമ്മൾ പോട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെടിക്ക് നിലനിൽക്കാനും കഴിയുള്ളൂ, ചെടിയെ കാണാനും ഭംഗിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അഡീനിയം റീപോർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക.
പഴയതിൽ നിന്ന് ഇളക്കി വെച്ചിട്ട് നിങ്ങൾക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോട്ട് ചെയ്താലും മതി, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെടി മാറ്റി ഇളക്കി വെച്ച് അവിടെ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ കാഡക്സ് എപ്പോഴും മുകളിലായിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ എല്ലാ പ്ലാന്റുകളെയും റീപോർട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു 3 പ്ലാന്റിൻ്റെ വരെ റീപോർട്ടിങ് കാണിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അഡീനിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പ്ലാന്റുകളെ പോലെയല്ല, അതിൻ്റെ കാഡക്സ് ഒരെണ്ണത്തിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റേതിൽ കാണുന്നത്. ചിലപ്പോൾ പല പല രൂപത്തിലും പല ഷേപ്പിലും ഒക്കെ കാണപ്പെടും. ഇതിലാണെങ്കിൽ എത്ര എണ്ണമാണെന്ന് നോക്കൂ. അപ്പോൾ ഒരു 4-5 എണ്ണമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നുമായിരിക്കും ഇതെങ്ങനെയാണ് നടേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള ഒരെണ്ണം കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളെ അത് പോട്ട് ചെയ്യുന്നതും കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ എടുത്തു വെച്ചത്. അപ്പോൾ നമുക്ക് അതിന് പോട്ട് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ തന്നെ മണ്ണിട്ട് കൊടുത്ത് കാഡക്സ് മുകളിൽ ഉയർന്നിരിക്കുന്ന രീതിക്ക് വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് മണ്ണ് ഇതുപോലെ നിറച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ആ കാഡക്സിൻ്റെ ഒരു ഭംഗി പ്ലാന്റ് നോക്കുമ്പോൾ ഒരുപക്ഷെ പൂക്കൾ മാത്രമല്ല, അതിൻ്റെ ആ ഒരു കാഡക്സിൻ്റെയും കൂടി ഭംഗി നമുക്ക് ആ ചെടിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അഡീനിയം ഒന്ന് ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നത് തന്നെ, മറ്റുള്ള ചെടികളെ പോലെയല്ല, ഒന്നൊരു പ്രത്യേകതയുള്ളൊരു ചെടി തന്നെയാണ്. ഇതിന് ഡെസേർട്ട് റോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മരുഭൂമിയിലെ റോസാപ്പൂക്കൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഡെസേർട്ട് റോസ്. അപ്പോൾ ഡെസേർട്ടിലാണ് അത് കൂടുതലുണ്ടാകുന്നത്. അതായത് ഏത് വെയിലും, നല്ല വെയിലിലും ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റിന് കഴിവുണ്ട്. ഡെസേർട്ടിൻ്റെ പ്രത്യേകത എന്താ? അവിടെ വെള്ളം ലഭ്യത കുറവാണ്. വെള്ളം വല്ലപ്പോഴും ഒരിക്കലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന സ്ഥലം കുറവാണ്. ആ ഭാഗത്ത് മാത്രമായിരിക്കും പ്ലാന്റ്സ് ഉണ്ടാവുക. അതായത് മരുപ്പച്ച എന്ന് പറയും, ആ ഭാഗത്ത് മാത്രമായിരിക്കും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുക. അതുപോലെ കുറച്ച് വെള്ളം മാത്രം മതി ഈ പ്ലാന്റിന് വളരാനായിട്ട്. അതുകൊണ്ടാണ് അതിന് ഡെസേർട്ട് റോസ് എന്ന് പറയുന്നത്. റീപോർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് 2-3 ദിവസം അതിനെ ഒന്ന് ഷെയ്ഡിൽ വയ്ക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം പിന്നെ ഒഴിക്കണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതിയാവും. അഡീനിയത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഡ്രൈ ആയാൽ മാത്രമേ അതിനടുത്ത് വാട്ടർ ചെയ്യാൻ പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഫംഗൽ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ചെടിക്ക് അധികം കീടശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ വളർത്താൻ വളരെ ഈസിയാണ് ഈ പ്ലാന്റിനെ. 1 മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ പിന്നെ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറോ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിച്ച് കൊടുക്കാം. അത് 1 മാസം കൂടുമ്പോൾ ചെയ്തു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡന് ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് അഡീനിയം. വർഷത്തിലൊരിക്കൽ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല വളമൊക്കെ ഇട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് നിറഞ്ഞ് പൂത്ത് നിൽക്കും. അപ്പോൾ ഫ്ലവറിങ്ങിനുള്ള നല്ലൊരു ടിപ്പാണ് ഈ പ്രൂണിങ്ങും പിന്നെ ഫെർട്ടിലൈസിങ്ങും. അഡീനിയം പ്ലാന്റ്സ് പെറനിയൽ പ്ലാന്റ്സ് ആണ്, അതായത് വളരെ കാലം നിലനിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഒത്തിരി കാലം നിലനിൽക്കണമെന്നുണ്ടെങ്കിലും നല്ല ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ല ഹെൽത്തി ആയിട്ട് പ്രൂൺ ചെയ്തൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനെ നമുക്ക് ഈ ചെടികൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അഡീനിയത്തിനെ വളർത്തണം. നമുക്കൊക്കെ ബോൺസായി വളർത്താൻ വളരെ ഇഷ്ടമാണല്ലേ. അപ്പോൾ അതിന് പറ്റിയൊരു പ്ലാന്റാണ് അഡീനിയം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ബോൺസായി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് അതിനെ ഒന്ന് കെയർ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്തൊക്കെ വളർത്തിയാൽ മാത്രം മതി. നല്ല കെയർ ചെയ്ത് വളർത്തിയാൽ മതി. നല്ലൊരു പ്ലാന്റ് കളക്ഷൻ തന്നെയാണ് ഈ അഡീനിയത്തിൻ്റെത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്തായിരുന്നാലും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഇപ്പോൾ എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളത് എന്തായിരുന്നാലും ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.